ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വേറൊരു ഡെയിലി വ്ളോഗിലോട്ട് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എണീക്കുമ്പോൾ 9:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന വഴിക്ക് ഞാൻ ഹാളിൽ വന്നിട്ട് കുറച്ചിരിക്കുകയാണ്. കാരണം ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല മിടുക്കനായിട്ട് വന്ന് കേട്ടോ. പക്ഷേ ഞാൻ ഫോൺ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവന് ഇത്തിരി വാശിൻ്റെ ഫോൺ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് അവനെ ഒന്ന് പിന്തിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ കറങ്ങാനൊക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കുന്ന ഒരു ഏജ് ആട്ടോ. അപ്പോൾ ഇന്നൊക്കെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം ഓക്കെയാണ്. സ്റ്റിച്ചൊക്കെ ഏകദേശം ചെറുതായി വിട്ട് പോണ പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ സ്റ്റിച്ച് കാണേ സ്റ്റിച്ചുമ്മയ്ക്ക് നോക്കേ അതുപോലെ തന്നെ സ്റ്റിച്ച് എന്താ അവസ്ഥ എന്നുള്ളത് ഞാൻ അവിടെ തൊട്ട് നോക്കി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല പേടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് നോക്കിയിട്ടില്ല. അത് താനെ കൊഴിഞ്ഞു പോട്ടെ പോവും വിട്ട പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അതായത് രണ്ട് സൈഡിൽ നിന്ന് വിട്ടിട്ട് മിഡിൽ മാത്രമായിട്ട് നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. മുൻപത്തെ ഡെലിവറിയുടെ സ്റ്റിച്ച് ഇതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് വീണ് പോയി കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും ഇതുപോലെ ആവുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഒരു അരമണിക്കൂറോളം ഹാളിൽ വെറുതെ ഇരിക്കുന്നുണ്ടായി. അപ്പോൾ ഒരു 10 മണി സമയമായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത്. കാരണം രാത്രി നല്ല മഴയായിരുന്നു, കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാനൊക്കെ. അപ്പോൾ ഇത് നല്ല മഴ പെയ്ത് നല്ലൊരു ക്ലൈമാറ്റിലാട്ടോ നിൽക്കണത്. പിന്നെ രാവിലെ ഏർലി മോർണിംഗ് ഒന്നും കാണാനുള്ള ഭാഗ്യമില്ല. നമുക്ക് ഈ ഒരു 9:30 10 മണി 10:30 ആ ഒരു ടൈമിലൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങി എല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉണ്ണിതേ ചേട്ടൻ്റെ ഒരു വേസ്റ്റ് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുന്നുണ്ട്. എൻ്റെ മെയിൻ ഉദ്ദേശം എന്നുള്ളത് എല്ലാ സാധനങ്ങളും വീടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇടലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ പാക്ക് യൂസ് ചെയ്തിട്ട് ഒരു 1 വീക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കഴുത്തിലെ പിഗ്മെൻറ്റേഷൻ ഏകദേശം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടോ. ഏകദേശം ഭയങ്കര ഡാർക്കായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒക്കെ ഒരു മയം വന്ന പോലെ ഉണ്ട്, മങ്ങിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഫേസ് ആയാലും അത് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ചെയ്തത് പോലെയുണ്ട്. അതിപ്പോൾ മഞ്ഞളും പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുണ്ടാകുന്ന തോന്നുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അവൻ്റെ പരിപാടി എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇടലാണ്. അപ്പോൾ ഇത് ആ വേസ്റ്റും എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാൻ നിൽക്കുന്നുണ്ട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ണികളുടെ ഒരു ക്ലോത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചുള്ളതാട്ടോ. അത് മുറിച്ചിട്ട് ഉണ്ണികൾക്ക് അവരുടെ ക്ലോത്തായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ചേഞ്ച് വന്ന പോലെ ഉണ്ട്. ഗ്ലോ ഓയിൽ ഞാൻ ഡെയിലി യൂസ് ആക്കലില്ല. കാരണം നൈറ്റ് ഇട്ട് കിടക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് ഉടനെ തേക്കണില്ല. കാരണം തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം ഒരു ഓയിൽ പോലെയല്ലേ. പിന്നെ ഞാൻ ഈവനിങ്ങിന് എൻ്റെ ഇഷ്ടത്തിനൊക്കെയാണ് തേച്ച് നടക്കണതൊക്കെ. പക്ഷേ പാക്ക് ഞാൻ റെഗുലറായിട്ട് മിക്ക ദിവസം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 28 കഴിയുമ്പോഴേക്ക് ഏകദേശം എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. അങ്ങനെ അമ്മ റൂമിലുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ റൂം ഒതുക്കലും ഉണ്ണികളെ പാമ്പേഴ്സ് ചേഞ്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് അമ്മ പുറത്തിറങ്ങിയ ടൈം കൊണ്ട് ഉണ്ണി ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഉള്ളിൽ കയറി. അപ്പോൾ ഒരു ഉണ്ണി റൂമിലുണ്ട് കേട്ടോ അപ്പോഴും. അപ്പോൾ അവനെ ജസ്റ്റ് സൈഡാക്കിയിട്ടാണ് അപ്പോൾ ആമീനെടുത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കൈയും കാലൊക്കെ ഒന്ന് ഒഴിയാനായിട്ട്. ആക്ച്വലി നമുക്ക് എല്ലാവരുടെ വീട്ടിലും നമ്മൾ പുലർച്ചയ്ക്ക് എണീറ്റിരുന്ന കുട്ടികളെ കൈയും കാലൊക്കെ ഒഴിയും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ പറ്റാഞ്ഞത്. കാരണം നമ്മളങ്ങനെ പുലർച്ചയ്ക്ക് അങ്ങനെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണി പിന്നാലെ എണീക്കും. പിന്നെ അത് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഒരു പണിയും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. അവനവിടെ കെടുത്തിയിട്ട് നമ്മൾ എണീക്കുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള ഈ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ എണ്ണ തേപ്പിക്കുമ്പോഴും മസാജ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് ഇന്ന് ആമീനെ മടി വെച്ച് കൊടുക്കുകയാണ്. ആദ്യമായിട്ടാട്ടോ അവൻ ആമീനെ എടുക്കണത്. അപ്പോൾ അവൻ പറയുമ്പോൾ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ണിനെ കാണുമ്പോഴേക്കും അവൻ ഓടിച്ചാടി കെട്ടിപ്പിടിക്കാനൊക്കെയാണ് നോക്കുന്നത്. പിന്നെ അവൻ അറിയില്ലല്ലോ, അവൻ നല്ല അമർത്തി കെട്ടിപ്പിടിക്കും. പക്ഷെ അവൻ്റെ ഉമ്മയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അവനെ മടി വെച്ച് കൊടുക്കാൻ അവനെ വാശി പിടിക്കുകയാണ്. പിന്നീട് അതിന് ശേഷം നമ്മളെപ്പോൾ ആമീൻ എടുത്താലും അവൻ നിലത്തിരുന്നിട്ട് മടി വെച്ച് കൊടുക്കാൻ പറയാണ്. അവൻ്റെ വിചാരം ഇതെന്തോ ടോയ് ആണെന്നൊക്കെയാണ് കേട്ടോ. ഉണ്ണി ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൊച്ചുണ്ണിയും ആമീനും എടുത്തിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കേ വേണ്ട അവരെ ഭാഗത്തേക്ക് നോക്കുക എന്നുള്ളത്. അപ്പോഴേക്കും ഉണ്ണി വന്ന് ആകെ അലമ്പാക്കും. മെയിൻ അവൻ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അവരെടുത്ത് നടക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അവൻ എടുക്കാൻ വേണ്ടി വാശിയാണ്. പിന്നെ അവനും ചെറിയ കുട്ടിയല്ലോ, 1.5 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. എന്നാലും അവൻ്റേതായ പക്വതയും മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരോ കാര്യങ്ങളിലായാലും ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ വാശികളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് നമ്മളും അവൻ്റെ ഒപ്പം അവനെ തളത്തിനൊത്ത് നിൽക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കണത്. ഞാൻ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയുടെ ചീത്ത കേട്ടിട്ട് വേണം എനിക്ക് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, എൻ്റെ കാര്യങ്ങളോട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് രാവിലെ തന്നെ പല്ല് തേക്കുന്നുണ്ട്. പിന്നെ ഇനി പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഇനി മെയിൻ കാര്യം കഷായം കുടിക്കലാണെന്നാണ്. ആക്ച്വലി ഇന്നും കൂടി ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ല മടുപ്പായി കഷായം കുടിക്കാനായിട്ട്. നമ്മൾ 2 നേരം വെച്ചിട്ടാണ് കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വയറും വയറ്റിൽ കഷായം കുടിക്കുക എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടിഫിൻ ഇല്ലല്ലോ, അതും ഒരു നിരാശയാണ്. ടിഫിൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വേഗം എല്ലാ കാര്യങ്ങളും ചെയ്ത് വന്ന് ഫുഡ് കഴിക്കായിരിക്കും. പക്ഷേ ഇത് ചോറാണ്. എനിക്ക് രാവിലെ ചോറ് കഴിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. അങ്ങനെ കഷായം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വല്യമ്മ വന്നത്. അപ്പോൾ ഇതിപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കണത് കൊച്ചു ആട്ടോ. ആമീനെ കൊണ്ട് കെടുത്തി അടുത്ത് കൊച്ചുവിന് കൊടുത്തു. കൊച്ചു ഭയങ്കര വിജിലൻ്റ് ആട്ടോ. ഫുൾ
ടൈം ഇങ്ങനെ ഉണർന്ന് കിടക്കും. അവനെല്ലാം അറിയണം, എല്ലാ കാര്യങ്ങളും അറിയണം, അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ കൊച്ചു. അപ്പോൾ വല്യമ്മേനെ കണ്ടപ്പോൾ അമ്മ കൊച്ചുവിനെ എടുത്ത് നിൽക്കല്ലേ, അപ്പോൾ വല്യമ്മേനെ കണ്ടപ്പോൾ ഉണ്ണിക്ക് ഇതായി തുടങ്ങി വാശിയായി അവനെടുക്കാനായിട്ട്. അപ്പോൾ വല്യമ്മ ഉണ്ണിനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വല്യമ്മ ഉണ്ണിനെ കൊണ്ടുപോയിട്ടോ. എന്നാലും ഇനി അവൻ രാവിലെ ഉറങ്ങണ്ടായിരുന്നില്ല. ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടത്തുള്ളൂ. അതായത് ഉണ്ണികളെ കുളിപ്പിക്കുക, പിന്നെ എൻ്റെ കുളിയൊക്കെ. ഉണ്ണി ഉറങ്ങാണ്ടിരിക്കാൻ ചെന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ദിവസം. അപ്പോൾ വല്യമ്മ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ചോറ് കഴിച്ചു. ചോറിൻ്റെ കൂടെ കടല ഉപ്പേരിയും അതുപോലെ തന്നെ ഇന്നലത്തെ മീൻ കറിയും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ്സ് ഇത്തിരി കഴിച്ചു. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നുള്ളത്. പിന്നെ ഞാൻ കഴിച്ചൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളോട്ട് കിടക്കണം, അതായത് കുളി അങ്ങനത്തെ സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പാക്ക് എടുത്തിട്ടു. ആ ഒരു സുവർണ്ണ ഫേസ് മാസ്ക് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇട്ടു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, എന്നാലും മിക്ക ദിവസം ഇട്ടുന്നത് തന്നെയാണ് എൻ്റെ ഒരു ഇതിൽ വരണത്. അപ്പോൾ എത്രമാത്രം ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോയും പിന്നെ ഇപ്പോഴത്തെ വീഡിയോയും അനലൈസ് ചെയ്തിട്ട് വേണം മനസ്സിലാക്കാൻ എത്രമാത്രം ചേഞ്ച് വന്നു എന്നുള്ളത്. അല്ലാണ്ട് എനിക്ക് കണ്ട പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്ക് സെയിം കറി തന്നെയായിരുന്നു രാവിലത്തെ, അതുകൊണ്ട് എനിക്ക് യാതൊരു ഇഷ്ടമായില്ല. അതുകൊണ്ട് അമ്മോട് ഇങ്ങനെ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ വറുത്തരാൻ പറഞ്ഞു. അപ്പോൾ അതും കുറച്ച് ചോറുമാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. പക്ഷേ എൻ്റെ വിശപ്പൊന്നും മാറില്ല കേട്ടോ. എങ്ങനെയോ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കുട്ടി കഴിക്കുക, അത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ ചേട്ടൻ വന്നിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ദേ മൂന്നാൾക്കാരും മൂന്നുണ്ണികളായിട്ട് ഒരു 4 പേരും നല്ല സുഖമായിട്ട് ഉറങ്ങാണ്. പിന്നെ ചേട്ടൻ ഉണ്ണി എനിക്കണേക്കാട്ട് മുൻപ് പോയി, അല്ലെങ്കിൽ അവൻ നല്ല വാശിയായിരിക്കും ചേട്ടൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എൻ്റെപ്പോഴേക്കും അച്ഛൻ പോയി. അപ്പോൾ അവൻ ആ ഒരു ഇതിൽ നിൽക്കാൻ കേട്ടോ. പിന്നെ എനിക്ക് അമ്മ വന്നെടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ എനിക്കിപ്പോൾ അവനെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. 3 മാസം വരെ നമ്മൾ വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഈവനിങ് സന്ധ്യയൊക്കെ ആവാറായപ്പോഴാണ് ചേച്ചിയുടെ മോൻ വന്നത്. അതായത് എൻ്റെ വല്യച്ഛൻ്റെ മോളുടെ കുട്ടിയാണ്. അപ്പോൾ അവൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ വന്നപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവൻ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും കാലം എൻ്റെ മുടിയുമ്പോൾ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് നടത്തിയിരുന്നു ആഫ്റ്റർ ഡെലിവറി. കാരണം എൻ്റെ കയ്യിലുള്ള ക്ലിപ്പ് ബണ്ണ് ഒന്നും കാണാനില്ല. മെയിൻ കാരണം എൻ്റെ ഉണ്ണിയാണ്. പിന്നെ എൻ്റെ ശ്രദ്ധ കുറവാണ്. ഞാനത് എവിടെ കൂരി വെക്കും, അത് അവൻ എവിടെയെങ്കിലൊക്കെ കൊണ്ട് കളയും. അപ്പം ഞാൻ ചേട്ടനോട് 2 വാങ്ങി വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇത്ര നാളും റബ്ബർ ബാൻഡും അങ്ങനെ ഇട്ട് നടന്നിട്ട് മാറ്റി സ്ക്രഞ്ച് എടുത്തിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കുകയാണ്. കാരണം അടുത്ത ആഴ്ച 28 അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഷെയ്ഡൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ കരുതി 2 ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് നോക്കാം, അപ്പോൾ നല്ല ഷെയ്ഡ് കിട്ടുമെന്നൊക്കെയുള്ള ആ ഒരു റീസർച്ചിലാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം പ്ലമ്മിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, ആ ഒരു ഷെയ്ഡാണ് ആദ്യം ഇട്ട് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എലൈറ്റ് ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. എൻ്റെ ഫേസ് ഡള്ളാക്കി കളഞ്ഞ പോലെ തോന്നി. പിന്നെ അടുത്തത് കണ്ണ് എഴുതാമെന്ന് കരുതി. കാരണം കണ്ണ് കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഡള്ള്, കണ്ണും മൊത്തത്തിലെല്ലാം ഡള്ളാണ്. അപ്പോൾ കണ്ണ് കണ്ടപ്പോൾ ഭയങ്കര ഒരു തോന്നി. അപ്പോൾ കൺമഷി എഴുതി കൊടുക്കുന്നുണ്ട്. നല്ല കൺമഷിയാണ്, ഇടാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി നേരത്തിന് ഒരു എരിച്ചിലൊക്കെ ഉണ്ടാവും. അങ്ങനെ അതും ഇട്ട് നോക്കുന്നുണ്ട്. കൺമഷി ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റാണ്. നമ്മൾ ഡെയിലി കണ്ണ് എഴുതി കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കറുപ്പ് നിറാവുമെന്ന് എന്നോട് ആരോ പറഞ്ഞു. അതാണ് ഞാനിപ്പോൾ ഇരുന്നിട്ട് ഏത് ടൈമൊന്നും നോക്കാണ്ട് ഞാനിരുന്ന് കണ്ണ് എഴുതുന്നത്. ഇപ്പോൾ ഒരു വിളക്ക് വെക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ വീട്ടിലൊക്കെ. അപ്പോൾ അമ്മ ഇരുന്ന് നോക്കുന്നുണ്ട് ഇവിടെ എന്താ ചെയ്യണമെന്ന്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കമ്മൽ ഞാൻ ഡെലിവറിക്ക് ഊരിയതാണെന്ന് കാഷ്വാലിറ്റിയിൽ കിടക്കുമ്പോൾ ഒരെണ്ണം ഞാൻ ഇട്ടു, ഒരെണ്ണം എനിക്ക് ഇടാൻ പറ്റണില്ല. എൻ്റെ ഒരു കാതിൻ്റെ ആ ഒരു ഗ്യാപ്പ് അടഞ്ഞ പോലെ ഉണ്ട്. ഇനി അത് അമ്മയുടെ ഹെൽപ്പോട് വേണ്ടി ഇടേണ്ടി വരും ഒരു ദിവസമല്ല ഉടനെ ഇടേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് അടഞ്ഞു പോകും. ഇപ്പോൾ ചെറുതായിട്ട് അടഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഞാൻ ഗ്ലോസറും ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. ഈവനിങ് കാണുന്നത് ഞാൻ എന്തായാലും കിടക്കുമ്പോൾ ഞാൻ കഴുകിക്കളയും. എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ഇങ്ങനെ മുഖം ഇങ്ങനെ ഒട്ടിക്കെടുക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഉണ്ട്. എന്നിട്ട് ഞാൻ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും നാളും ഞാനത് വെറുതെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, മസാജിലോട്ട് കിടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നന്നായി മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫേസിന് കവിളിൻ്റെ 2 സൈഡിലും എന്തോ ഒരു ഭയങ്കര ഡ്രൈ ആയ പോലെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ പോർഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോരോ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ പുതിയ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് എൻ്റെ ഫേസിലൊക്കെ. സോ ഇന്നത്തെ ഒരു വിശേഷങ്ങളും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ബൈ.